അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. മരണത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കിതാബിൽ പറയുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്നാമതായി കാലടികൾ തളർന്നു പോവുക. പണ്ട് കാലങ്ങളിലൊക്കെ ഹോസ്പിറ്റലുകളും മറ്റു സംവിധാനങ്ങളൊക്കെ വരുന്നതിൻ്റെ മുമ്പ് മനുഷ്യൻ മരണപ്പെടുമ്പോൾ മരണാനന്തര കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുക്കുന്നതിന് വേണ്ടി ഇത് മരിച്ചോ ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാൻ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്നാമത് കാലടികൾ തളർന്നു പോവുക. രണ്ടാമത്തെ കാര്യം മൂക്ക് അത് ചാഞ്ഞു പോവുക, ചപ്പിപ്പോവുക നമ്മൾ പറയില്ല. മൂന്നാമത്തെ ഒരു കാര്യം, മുഖത്തെ തൊലികളൊക്കെ ഇങ്ങനെ പിടിച്ചാൽ നീണ്ടു വരും, അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുക. നാലാമത്തത് തല എണ്ണ തേച്ച പോലെ ആവുക, മിനുസാവുക. അഞ്ചാമത്തത് പല്ലുകളൊക്കെ നീളുകയും ചുണ്ട് ചെറുതായി വരികയും ചെയ്യുക. ആറാമത്തത് പറഞ്ഞത് വിരലുകൾ പൊട്ടിച്ചാൽ, നമ്മളിങ്ങനെ വിരൽ പൊട്ടിക്കുമല്ലോ, ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാതിരിക്കുക. ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കാം എന്നാണ് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒക്കെ വിപുലമായി നമ്മളെ നാടുകളിലും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു അടയാളങ്ങളായിട്ട് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ നല്ലവരാക്കി തരട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.